റിയൽ 25 മലയാളം ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. LDC യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി. സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാന. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പെന്നി ബ്ലാക്ക്. ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പാണ് പെന്നി ബ്ലാക്ക്. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് മഹാത്മാഗാന്ധി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത മീരാബായി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത മീരാബായി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയനാണ് ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിത സിസ്റ്റർ അൽഫോൻസാമ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിതയാണ് സിസ്റ്റർ അൽഫോൻസാമ. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള കശുവണ്ടി. കശുവണ്ടിയാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക വിള. കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ. കശുവണ്ടി വ്യവസായം ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലം. കശുവണ്ടി വ്യവസായം ഏറ്റവും കൂടുതലുള്ള ജില്ല കൊല്ലം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആനക്കയം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആനക്കയം. കശുവണ്ടിയുടെ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലം. കൊല്ലമാണ് കശുവണ്ടിയുടെ നാട് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട്. പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ലോക നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? മനില. ലോക നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? മനില. അന്താരാഷ്ട്ര നെല്ല് വർഷം 2004. അന്താരാഷ്ട്ര നെല്ല് വർഷമാണ് 2004. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രി ഡിസംബർ 22. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയാണ് ഡിസംബർ 22. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ചിറ്റൂർ, പാലക്കാട്. കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശമാണ് പാലക്കാട്, ചിറ്റൂർ. പുതിയ എക്കൽ മണ്ണിന് പറയുന്ന പേര് ഗാദർ. പുതിയ എക്കൽ മണ്ണിന് പറയുന്ന പേരാണ് ഗാദർ. നെല്ല് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് നെല്ല് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഗോദാവരിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി യാങ്സി. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ്സി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ. ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ. ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണം പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണമാണ് പ്ലൂറ. ലോകത്തെ ഏറ്റവും വലിയ തടാകം കാസ്പിയൻ കടൽ. കാസ്പിയൻ കടലാണ് ലോകത്തെ ഏറ്റവും വലിയ തടാകം. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ തടാകം. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് സുപ്പീരിയർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലേരു. 10,000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മിന്നസോട്ട. 10,000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മിന്നസോട്ട. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവള്ളൂർ.
100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്താണ് കരിവള്ളൂർ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണമാണ് കോട്ടയം. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് എന്ന് 1991 ഏപ്രിൽ 18. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. ഇന്ത്യയിലെ ആദ്യ സ്വദേശി ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ സ്വദേശി ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ. ഉദയസൂര്യൻ്റെ നാട് ജപ്പാൻ. പാതിരാസൂര്യൻ്റെ നാട് നോർവേ. പാതിരാസൂര്യൻ്റെ നാട് നോർവേ. ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യം കാനഡ. ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യം കാനഡ. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലി. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഇറ്റലി. 1000 തടാകങ്ങളുടെ നാട് ഫിൻലൻഡ്. 1000 തടാകങ്ങളുടെ നാട് ഫിൻലൻഡ്. പ്രഭാതശാന്തതയുടെ നാട് കൊറിയ. കൊറിയയാണ് പ്രഭാതശാന്തതയുടെ നാട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ജോഗ് വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം. സൂചിപ്പാറ വെള്ളച്ചാട്ടം എവിടെയാണ്? വയനാട്. സൂചിപ്പാറ വെള്ളച്ചാട്ടം എവിടെയാണ്? വയനാട്. തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണ്? ഇടുക്കി. തൂവാനം വെള്ളച്ചാട്ടം എവിടെയാണ്? ഇടുക്കി. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. വലിയ കറുത്ത പൊട്ട് ഏത് ഗ്രഹത്തിലാണ്? നെപ്റ്റ്യൂൺ. വലിയ കറുത്ത പൊട്ട് ഏത് ഗ്രഹത്തിലാണ്? നെപ്റ്റ്യൂൺ. വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനി. വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനി. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. വായനാ ദിനം ജൂൺ 19. വായനാ ദിനം ജൂൺ 19. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ 14. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ. ആര്യന്മാർ ആരാധിച്ചിരുന്ന മൃഗം പശു. പശുവാണ് ആര്യന്മാർ ആരാധിച്ചിരുന്ന മൃഗം. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ബേബി ദുർഗ. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ബേബി ദുർഗ. ലോകത്തെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയിസ് ബ്രൗൺ. ലോകത്തെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ലൂയിസ് ബ്രൗൺ. ഇന്ത്യൻ ഹോം ഗാർഡ് രൂപീകരിച്ചത് 1946. ഇന്ത്യൻ ഹോം ഗാർഡ് രൂപീകരിച്ചത് 1946. ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ് ഗോവിന്ദ റാനഡെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് മഹാദേവ് ഗോവിന്ദ റാനഡെ. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യസമര സേനാനി അരവിന്ദ ഘോഷ്. സാവിത്രി എഴുതിയത് അരവിന്ദ ഘോഷ്. സാവിത്രി എഴുതിയത് അരവിന്ദ ഘോഷ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ടത് രാജേന്ദ്ര പ്രസാദ്. പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മുഹമ്മദ് അലി ജിന്ന. ആധുനിക മനു എന്നറിയപ്പെട്ടത് ഡോക്ടർ വി ആർ അംബേദ്കർ. ഡോക്ടർ വി ആർ അംബേദ്കറാണ് ആധുനിക മനു എന്നറിയപ്പെട്ടത്. സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദ്. സൗദിയിലെ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള അലോഹമൂലകം ഫ്ലോറിൻ. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള അലോഹമൂലകമാണ് ഫ്ലോറിൻ. ഏത് മൂലകമാണ് ഗന്ധകം എന്നറിയപ്പെടുന്നത്? സൾഫർ. ഏത് മൂലകമാണ് ഗന്ധകം എന്നറിയപ്പെടുന്നത്? സൾഫർ. തുല്യ എണ്ണം ന്യൂട്രോണുകളുള്ള മൂലകം ഐസോട്ടോൺസ്. തുല്യ എണ്ണം ന്യൂട്രോണുകളുള്ള മൂലകമാണ് ഐസോട്ടോൺസ്. സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ.
പരീക്ഷണശാലയിൽ ആദ്യമായി ഒരു കാർബണിക പദാർത്ഥം നിർമ്മിച്ചെടുത്തത് ഫ്രെഡറിക് വോളർ. പരീക്ഷണശാലയിൽ ആദ്യമായി ഒരു കാർബണിക പദാർത്ഥം നിർമ്മിച്ചെടുത്തത് ഫ്രെഡറിക് വോളർ. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ചുവന്ന ഫോസ്ഫറസ്. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ചുവന്ന ഫോസ്ഫറസ്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അലോഹ മൂലകം ബ്രോമിൻ. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അലോഹ മൂലകം ബ്രോമിൻ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യം. കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം അയഡിൻ. കടൽപ്പായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകമാണ് അയഡിൻ. റബ്ബറിന് കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന മൂലകം സൾഫർ. റബ്ബറിന് കാഠിന്യം കൂട്ടാൻ ഉപയോഗിക്കുന്ന മൂലകം സൾഫർ. ഡയാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. ഡയാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. ബഹു അറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം ഫോസ്ഫറസ്, സൾഫർ. ബഹു അറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ് ഫോസ്ഫറസ്, സൾഫർ. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള രണ്ടാമത്തെ മൂലകം ക്ലോറിൻ. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള രണ്ടാമത്തെ മൂലകമാണ് ക്ലോറിൻ. ഖരാവസ്ഥയിലുള്ള ഒരു ഹാലോജൻ അയഡിൻ. ഖരാവസ്ഥയിലുള്ള ഒരു ഹാലോജനാണ് അയഡിൻ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ. മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം തോറിയം. മോണോസൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹമാണ് തോറിയം. ഏറ്റവും ഭാരം കുറഞ്ഞതും ലഘുവായിട്ടുള്ളതുമായ മൂലകം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞതും ലഘുവായിട്ടുള്ളതുമായ മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ഏറ്റവും ഭാരമുള്ള വാതക മൂലകം റഡോൺ. ഏറ്റവും ഭാരമുള്ള വാതക മൂലകമാണ് റഡോൺ. മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന സംയുക്തം പൊട്ടാസ്യം ബ്രോമൈഡ്. മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന സംയുക്തമാണ് പൊട്ടാസ്യം ബ്രോമൈഡ്. എലിവിഷം രാസപരമായി എന്താണ്? സിങ്ക് ഫോസ്ഫൈഡ്. എലിവിഷം രാസപരമായി എന്താണ്? സിങ്ക് ഫോസ്ഫൈഡ്. ക്ലാവ് രാസപരമായി ഏത് പദാർത്ഥമാണ്? ബേസിക് കോപ്പർ കാർബണേറ്റ്. ക്ലാവ് രാസപരമായി ഏത് പദാർത്ഥമാണ്? ബേസിക് കോപ്പർ കാർബണേറ്റ്. അപ്പക്കാരത്തിൽ അടങ്ങിയിട്ടുള്ള സംയുക്തം സോഡിയം ബൈ കാർബണേറ്റ്. അപ്പക്കാരത്തിൽ അടങ്ങിയിട്ടുള്ള സംയുക്തമാണ് സോഡിയം ബൈ കാർബണേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ രാസനാമമാണ് കാൽസ്യം സൾഫേറ്റ്. നീലനിറത്തിൽ കാണപ്പെടുന്ന ലവണം കോപ്പർ സൾഫേറ്റ്. നീലനിറത്തിൽ കാണപ്പെടുന്ന ലവണമാണ് കോപ്പർ സൾഫേറ്റ്. കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. കുലീന ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. ഏറ്റവും ഭാരമുള്ള മൂലകം ഓസ്മിയം. ഏറ്റവും ഭാരമുള്ള മൂലകമാണ് ഓസ്മിയം. ഔഷധമായി ഉപയോഗിക്കുന്ന അയഡിൻ സംയുക്തം അയഡോഫോം. ഔഷധമായി ഉപയോഗിക്കുന്ന അയഡിൻ സംയുക്തമാണ് അയഡോഫോം. ട്രൈസെല്ലിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം അമോണിയം ക്ലോറൈഡ്. ട്രൈസെല്ലിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് അമോണിയം ക്ലോറൈഡ്. സാൽ അമോണിയാക് എന്നറിയപ്പെടുന്നത് അമോണിയം ക്ലോറൈഡ്. സാൽ അമോണിയാക് എന്നറിയപ്പെടുന്നത് അമോണിയം ക്ലോറൈഡ്. തോമസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. തോമസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം 1945. ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്ന വർഷം 1945. ആദ്യ സാർക്ക് സമ്മേളനം നടന്നതെവിടെ? ധാക്ക. ആദ്യ സാർക്ക് സമ്മേളനം നടന്നതെവിടെ? ധാക്ക. ഒരു ഹോക്കി മത്സരത്തിൻ്റെ ദൈർഘ്യം 70 മിനിറ്റ്. ഒരു ഹോക്കി മത്സരത്തിൻ്റെ ദൈർഘ്യം 70 മിനിറ്റ്. ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ കിരീടം നേടിയ വർഷം 1975. 1975 ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ കിരീടം നേടിയത്. മഴവിൽ ദേശം എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. മഴവിൽ ദേശം എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം. മൃണാളിനി സാരാഭായി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യം. മൃണാളിനി സാരാഭായി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരതനാട്യം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര മേഖല ഏത്? കണ്ട്ല.
ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര വ്യാപാര മേഖല ഏത്? കണ്ടില്ല. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പാമ്പാടും പാറ. കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? പാമ്പാടും പാറ. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം? നെപ്റ്റ്യൂൺ. ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം? നെപ്റ്റ്യൂൺ. കേരളത്തിലെ നെയ്ത്തുകാരുടെ പട്ടണം എന്നറിയപ്പെടുന്നത്? ബാലരാമപുരം. കേരളത്തിലെ നെയ്ത്തുകാരുടെ പട്ടണം ബാലരാമപുരം. ഏറ്റവും നീളം കൂടിയ ശരീരകോശങ്ങൾ ഏത്? ന്യൂറോണുകൾ. ഏറ്റവും നീളം കൂടിയ ശരീരകോശങ്ങൾ ഏത്? ന്യൂറോണുകൾ. നേത്രാവതിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം? മംഗലാപുരം. നേത്രാവതിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം? മംഗലാപുരം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.